സമയം രാത്രിയാണ്. അനന്യ തന്റെ ഹോസ്റ്റലിലെ റൂമിൽ നിന്നുകൊണ്ട് ജനാലയുടെ അടുത്ത് നിന്നുകൊണ്ട് പുറത്ത് അവൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുറത്ത് ഭയങ്കരമായ മഴയോടൊപ്പം കാറ്റും വീശിക്കൊണ്ടിരുന്നു. തുടർന്ന് മിന്നലും ഉണ്ടായിരുന്നു. ഓരോ പ്രാവശ്യവും ഇടിവെട്ടുന്ന ശബ്ദം അനന്യയുടെ ചെവികളിൽ കേൾക്കുമ്പോഴൊക്കെ അവളുടെ ഹൃദയം ഉണങ്ങിയ ഇലകളെ പോലെ വിറയ്ക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിന് ശേഷം അവൾ ജനാലയുടെ കതകു മൂടി പിന്നെ വളരെ ശാന്തമായി കിടക്കയിൽ ചെന്ന് കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇത് ബീഹാറിലുള്ള പഴയ പെണ്ണുങ്ങളുടെ ഹോസ്റ്റലാണ്. 16 വർഷങ്ങൾക്ക് മുൻപ് ഈ സ്ഥലത്ത് 11 പെണ്ണുങ്ങൾ വളരെ വിചിത്രമായ രീതിയിൽ കൊല്ലപ്പെട്ടു. പോലീസ് ഒരുപാട് ശ്രമിച്ചു, പക്ഷെ അവർക്ക് ഒരു തെളിവും തന്നെ കിട്ടിയില്ല. ചിലരൊക്കെ പേടിച്ചുകൊണ്ട് ഇതിനെ ശാപം പിടിച്ച ലേഡീസ് ഹോസ്റ്റലാണെന്ന് പറയാൻ തുടങ്ങി. പക്ഷേ 16 വർഷങ്ങൾക്ക് ശേഷം ഈ ലേഡീസ് ഹോസ്റ്റൽ വീണ്ടും തുറന്നു. നേരം വെളുത്തതും അനന്യ ഉറക്കത്തിൽ നിന്നും എണീറ്റു. അപ്പോഴാണ് ഒരു കാലടി ശബ്ദം അവളുടെ ചെവിയിൽ വന്ന് കേട്ടത്. ഇവാൻ അവളുടെ റൂമിലേക്ക് വന്നു. എന്റെ പേര് വിവാൻ, ഞാൻ ഈ ഹോസ്റ്റലിൽ അസിസ്റ്റന്റ് കെയർടേക്കറാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ഇവാൻ അനന്യയെ ശ്രദ്ധിച്ചു നോക്കി. കുറച്ചു സമയത്തിന് ശേഷം ഇവാൻ വളരെ ശാന്തമായ സ്വരത്തോടെ എന്തു പറഞ്ഞെന്നാൽ, എനിക്ക് അറിയും, ഈ ഹോസ്റ്റലിനെ 16 കൊല്ലങ്ങൾക്ക് ശേഷമാണ് തുറന്നത്. പിന്നെ 16 കൊല്ലങ്ങൾക്ക് ശേഷം ഈ ഹോസ്റ്റലിൽ താമസിക്കാനായിട്ട് വന്ന ഒരേ പെൺകുട്ടി നിങ്ങളാണ്. സത്യം പറയട്ടെ, ഈ മൊത്തം ഹോസ്റ്റലിൽ നിങ്ങൾ മാത്രമാണ് ഒറ്റയ്ക്കുള്ളത്. ഞാൻ നിങ്ങൾക്ക് വാർണിംഗ് തരാനായിട്ട് വന്നത്. ഇവിടെ നിന്ന് പോയേക്ക്. പക്ഷേ നീ എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഇവിടെ എനിക്ക് എന്തെങ്കിലും ആപത്തുണ്ടാകുമോ? എന്നോട് പറഞ്ഞു നിനക്കിവിടെ സുരക്ഷിതമാണെന്ന്. എനിക്കിപ്പോൾ ഇവിടെ ഒരു പ്രശ്നവും തന്നെ ഇല്ല. ഇവാന്റെ മുഖത്ത് പെട്ടെന്ന് ഒരു വ്യത്യസ്തമായ പേടി കാണാൻ സാധിച്ചു. ഇന്നലെ രാത്രി നിങ്ങൾക്ക് എന്തെങ്കിലും വിചിത്രമായിട്ടുണ്ടായിരുന്നോ? അത് എന്നെ രാത്രി ഉറങ്ങിപ്പിക്കില്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ഇവാൻ അവിടെ നിന്നും വേഗത്തിൽ പുറത്തു ചെന്നു. അനന്യ ദിവസം മുഴുവൻ ടെൻഷനിലായിരുന്നു. വൈകുന്നേരം അവൾ ഹോസ്റ്റലിലേക്ക് തിരികെ വന്നു. എന്നിട്ട് അവൾ ഉറങ്ങാനായി ശ്രമിച്ചു. അർദ്ധരാത്രിയിൽ പെട്ടെന്ന് അവൾ ഉറക്കത്തിൽ നിന്നും എണീറ്റു. അപ്പോഴാണ് പെട്ടെന്ന് അവൾ സീലിംഗിലേക്ക് ശ്രദ്ധിച്ചതും അനന്യ ശരിക്കും വല്ലാതെ പേടിച്ചു. സീലിംഗിൽ ഭയങ്കരമായ ഒരു പെണ്ണ് ഒട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നു. തന്റെ ചുവന്ന നിറത്തിലുള്ള രക്തം കൊണ്ട് നിറഞ്ഞ കണ്ണുകൊണ്ട് അവൾ അനന്യയെ നോക്കിക്കൊണ്ടിരുന്നു. ആ സീലിംഗിലുണ്ടായിരുന്ന പെണ്ണ് പെട്ടെന്ന് തന്നെ മിന്നൽ വേഗതയിൽ പറന്നു വന്ന് അനന്യയുടെ അടുത്തായി വന്നു നിന്നു. എനിക്കറിയാം നീ ആരാണെന്ന്. ഈ ലേഡീസ് ഹോസ്റ്റലിലുള്ള ആത്മാക്കൾ നിന്നെ കൊല്ലാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനായി ആ ആത്മാക്കളൊക്കെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നീ ആരാണെന്ന് എനിക്കറിയാം. സത്യം എന്താണെന്ന് അറിയണോ നിനക്ക്? എന്നാൽ നിന്നെ രാവിലെ കാണാൻ വന്നില്ലേ, അവനെ പിന്തുടർന്നു പോ. അപ്പോൾ നിനക്കെല്ലാം മനസ്സിലാകും. ആ പെണ്ണ് വളരെ ഭയങ്കരമായി ചിരിച്ചു. പൂജാവിടെ, പൂജാവിടെ. അനന്യയ്ക്ക് അങ്ങനെ സ്വയബോധം നഷ്ടപ്പെട്ടതുപോലെയായി. രാവിലെ അനന്യ ഉറക്കമുണർന്നപ്പോൾ അവൾ വല്ലാതെ പേടിച്ചിരിക്കുകയായിരുന്നു. അവൾ പെട്ടെന്ന് എണീറ്റ് ഇരുന്നു. ഇന്നലെ ഞാൻ കണ്ടത് അത് സ്വപ്നമാണോ അല്ലെങ്കിൽ നേരാണോ? അവൾ നേരെ കണ്ണാടിയുടെ മുൻപിലേക്ക് ചെന്നു. അവളുടെ കഴുത്തിൽ ആഴമായ ഒരു കൈയുടെ അടയാളം ഉണ്ടായിരുന്നു. അനന്യയുടെ മുഖം പേടി കൊണ്ട് വിറച്ചു. ഓ മൈ ഗോഡ്, എന്ന് വെച്ചാൽ ഞാൻ എന്താണോ കണ്ടത് അത് സത്യമാണ്. അവളുടെ കൈ കാലുകളൊക്കെ നന്നായി വിറയ്ക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവളുടെ തോളത്ത് ആരോ കൈ വെച്ചത്. തണുത്തുറഞ്ഞ് നല്ല ഐസ് കട്ട പോലെയായിരുന്നു. മരിച്ച ശരീരത്തിന്റെ വിരലുകൾ അവളുടെ തോളത്ത് തൊട്ടതുപോലെ. അനന്യ ഉടനെ തിരിഞ്ഞു പുറകിലോട്ട് നോക്കി. അപ്പോൾ അവൾക്ക് തന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടതുപോലെ തോന്നി. ആ പെണ്ണ് അവിടെ നിൽക്കുകയായിരുന്നു. വിളറിയ മുഖം, നല്ല ചുവന്ന കണ്ണ്, പിന്നെ കഴുത്ത് ഞെരിച്ചിരിക്കുകയായിരുന്നു. അനന്യ നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടി. ലേഡീസ് ഹോസ്റ്റൽ മുഴുവനും ചുറ്റി അവസാനം അവൾ പുറത്തെത്തി. അവിടെ പുറത്ത് യുവാൻ നിൽക്കുകയായിരുന്നു. അവൻ അനന്യയെ ശ്രദ്ധിച്ചു നോക്കി. എന്തുപറ്റി? ശരിക്കും ഈ ഹോസ്റ്റലിന്റെ രഹസ്യം എന്താണ്? അനന്യ പേടിച്ചു വിറച്ചുകൊണ്ട് യുവാനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവൾ അങ്ങനെ ഓരോ കാര്യങ്ങളും പറയും തോറും യുവാന്റെ മുഖം വളരെ വ്യത്യാസമായി മാറി. രാത്രി സമയത്ത് ഈ ഹോസ്റ്റലിൽ എവരും ഉണ്ടായില്ല. ഞാൻ വൈകിട്ട് 5 മണിക്ക് ഇവിടെ നിന്ന് പോയേക്കും. ഞാൻ ഇപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയുന്നു, ഇവിടെ നിന്ന് പോയേക്കും. ഇങ്ങനെ പറഞ്ഞിട്ട് യുവാൻ അവിടെ നിന്നും പുറപ്പെട്ടു പോയി. അപ്പോഴാണ് അനന്യ വേഗം ഓടി വന്ന് അവന്റെ മുൻപിലായി വന്നു നിന്നത്. ശരി, ഇവിടെ ഇത്രയും ആപത്തുണ്ടെന്ന് നീ പറയുന്നു, പിന്നെ എന്തിനാ നീ ഇവിടെ ജോലി ചെയ്യുന്നത്? എല്ലാം നിർബന്ധമാണ്. എനിക്ക് ഫിനാൻഷ്യൽ പ്രോബ്ലം ഇല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എനിക്ക് ജോലി കിട്ടിയാൽ ഞാൻ തീർച്ചയായിട്ടും ഈ ഹോസ്റ്റലിൽ അടുത്ത് വരില്ല. ഇവാൻ അവിടെ നിന്നും വേഗം നടന്നു ചെല്ലാൻ തുടങ്ങി.
അനന്യയ്ക്ക് അവന്റെ സ്വഭാവത്തിൽ എന്തോ മാറ്റമുള്ളതുപോലെ തോന്നി. അവൻ വലിയൊരു സത്യം മറയ്ക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ഉടനെ അവൾ തന്റെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തു വളരെ പതുക്കെ ഇവാനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. കുറച്ചു ദൂരെ ചെന്ന് ഇവാൻ ആളില്ലാത്ത ഒരു പഴയ വീടിനകത്തേക്ക് ചെന്ന് കയറി. അവിടെ വളരെ ശാന്തത നിറഞ്ഞതും ആളില്ലാത്തൊരു സ്ഥലമായിരുന്നു. പുറത്തുനിന്ന് കാണാൻ അതൊരു പഴമയുടെ ചിഹ്നം പോലെ ആയിരുന്നു. ഉടഞ്ഞ കതവുകൾ, പൊടി പിടിച്ച ജനാലകൾ, പിന്നെ അഴുക്കു പിടിച്ച ചുമരുകൾ. ഇവാൻ തന്റെ മുറിയിലേക്ക് ചെന്നു. അനന്യ വളരെ ശാന്തമായി ജനാലയുടെ അടുത്ത് നിന്ന് അവനെ ശ്രദ്ധിക്കുകയായിരുന്നു. ഇവാൻ അലമാരയിലുള്ള ഒരു പഴയ പുസ്തകം തുറന്നു. പിന്നെ അതിൽ നിന്നും ഒരു ഫോട്ടോ എടുത്തു. അവന്റെ കണ്ണുകൾ പേടിക്കാൻ തുടങ്ങി. കുറച്ചു സമയത്തിനകം ആ പുസ്തകവും ഫോട്ടോയും അവിടെ വെച്ചിട്ട് അവൻ അവിടെ നിന്നും പുറത്തേക്ക് വന്നു. ഇവാൻ അവിടെ നിന്നും പോയതും തന്നെ അനന്യ ആ റൂമിനകത്തേക്ക് കയറി. അവൾ ആ പുസ്തകത്തിലെ ഫോട്ടോ നോക്കി. അത് കണ്ടതും അവൾ ശരിക്കും ഞെട്ടിപ്പോയി. അത് അവൾ കണ്ട അതേ പെണ്ണിന്റെ ഫോട്ടോയാണ്. ആ പെണ്ണാണ് ഇന്നലെ രാത്രി ഇവളോട് മുന്നറിയിപ്പ് നൽകിയത്. അനന്യ ആ ഫോട്ടോ നോക്കി. പിന്നെ ഒട്ടും സമയം പാഴാക്കാതെ സ്കൂട്ടി എടുത്തുകൊണ്ട് അവിടെ നിന്നും പോയി. അവൾ ഒരു ശാന്തമായ ഗാർഡനിൽ ചെന്നിരുന്നു. അവളുടെ കൈയൊക്കെ വിറയ്ക്കുകയായിരുന്നു. പക്ഷെ അവൾ ആ ഫോട്ടോ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ അവൾക്ക് പൂജാമുറി കാണാൻ സാധിച്ചു. അനന്യ ആ ഫോട്ടോ വളരെ ശ്രദ്ധിച്ചു നോക്കി. അടുത്ത ക്ഷണം തന്നെ അവൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു. ഇത് ഹോസ്റ്റലിൽ ഞാൻ കണ്ട അതേ സ്ഥലം. അവിടെ ഇവിടെ അനുവാദമില്ലെന്ന് എഴുതിയിരുന്നു. അങ്ങനെയാണെങ്കിൽ പൂജാമുറി അവിടെയാണുള്ളത്. അനന്യ അവിടെ നിന്നും വേഗം ലേഡീസ് ഹോസ്റ്റലിലേക്ക് ചെന്നു. ഇവിടെ അനുവാദമില്ലെന്ന് എഴുതിയിരുന്ന അതേ ബോർഡിനടുത്ത് ആ മറഞ്ഞിരുന്ന സ്ഥലത്തേക്ക് അവൾ ചെന്നു. ഒരേ ഇരുട്ട്, ഭയങ്കര നാറ്റം, ഭയങ്കരമായ ശാന്തത. അതായത് ഈ സ്ഥലം മനുഷ്യരുടേതല്ല, മറ്റാരുടേതോ പോലെയായിരുന്നു. വളരെ കഷ്ടപ്പെട്ട് അവൾ ആ മുറി തേടി കണ്ടുപിടിച്ചു. അവിടെ ഉണ്ടായിരുന്ന കാഴ്ച കണ്ടിട്ട് അവളുടെ ഹൃദയം നിലച്ചുപോയി. ആ മുറിയിൽ ഒരുപാട് എലുമ്പുകൂടുകൾ, ചുവന്ന നിറത്തിലുള്ള വൃത്തങ്ങൾ, ഉടഞ്ഞ എലുമ്പുകൂടുകൾ, പിന്നെ പഴയ മന്ത്രവാദ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് അവിടേക്ക് ഇവാൻ ഓടി വന്നത്. ഞാൻ കണ്ടു, നീ എൻ്റെ വീട്ടിലേക്ക് വന്ന് ആ ഫോട്ടോ മോഷ്ടിച്ചു. നിനക്ക് എത്ര ധൈര്യം ആ ഫോട്ടോ എൻ്റെ അടുത്ത്? ഞാൻ വെറും ഒരു പെണ്ണാണെന്ന് നീ കരുതിക്കൊണ്ടിരിക്കുന്നു. സത്യം പറയട്ടെ, ഞാൻ ഒരു അണ്ടർ കവർ പോലീസ് ഏജന്റ് ആണ്. 16 വർഷങ്ങൾക്ക് മുൻപ് 11 പെണ്ണുങ്ങൾ വിചിത്രമായ രീതിയിൽ മരണപ്പെട്ടു. അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ഈ ലേഡീസ് ഹോസ്റ്റൽ വീണ്ടും തുറന്നത്. ഇവാൻ ഒരു ക്ഷണം അങ്ങനെ നിലച്ചുപോയി നിന്നു. ഇപ്പോൾ പറ, ഈ പെണ്ണിന്റെ ഫോട്ടോ നിന്റെ വീട്ടിൽ എന്തു ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഈ പെണ്ണിനെയാണ് ഇന്നലെ രാത്രി ഞാൻ കണ്ടത്. അവളുടെ മുഖം വളരെ ഭയങ്കരമായിരുന്നു. പെട്ടെന്ന് ആ മുറി ഇരുട്ടായി മാറി. ചുമരുകളിലൊക്കെ നിലവിളിക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. പിന്നെ ആ ക്ഷണം തന്നെ ആ മരിച്ചുപോയ പെണ്ണ് തന്റെ ഭയങ്കരമായ മുഖത്തോടുകൂടി ഇവാൻ പിന്നെ അനന്യയുടെ മുൻപിലായി വന്നു നിന്നു. നീ മറന്നിച്ചല്ലേ? ഞങ്ങളെ എല്ലാരെയും കൊന്നതിന് ശേഷം നീ എന്താണ് കരുതിയത്? നീ മാത്രം രക്ഷപ്പെടുമെന്നോ? ഇനി നിനക്ക് ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകാനാവില്ല. കാരണം രാത്രി സമയത്ത് ഈ ലേഡീസ് ഹോസ്റ്റലിൽ ഞങ്ങളുടെ രാജ്യമാണ് നടക്കുന്നത്. അനന്യയുടെ കണ്ണ് പേടി കൊണ്ട് നിറഞ്ഞുപോയി. മരിക്കുന്നതിന് മുൻപ് നീ ചെയ്ത തെറ്റൊക്കെ നീ സമ്മതിക്ക്. പറ, 11 വർഷത്തിന് മുൻപ് നീ ഇവിടെ എന്താണ് ചെയ്തത്? 11 വർഷങ്ങൾ മുൻപ് ഞാൻ ഇവിടെ ജോലി ചെയ്തിരുന്നു. ഞാൻ വളരെ സ്മാർട്ടായ യുവാവാണ്. പിന്നെ ഒരു മോശമായ മന്ത്രവാദിന്റെ സംസാരം കേട്ട് ഞാൻ വഴിമാറിപ്പോയി. അദ്ദേഹമാണ് പറഞ്ഞത് അദ്ദേഹത്തിന് ഞാൻ സഹായം ചെയ്താൽ പിന്നെ ഞാൻ ഈ ലോകത്തിൽ വലിയ പൈസക്കാരനാവുമെന്ന് പറഞ്ഞു. അവൻ എൻ്റെ അടുത്ത് 11 പെൺകുട്ടികളെ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഈ ഹോസ്റ്റലിലേക്ക് വന്ന എല്ലാ പെൺകുട്ടികളെയും പ്രേമിക്കുന്നത് പോലെ അഭിനയിച്ച് അവൻ കൂട്ടിക്കൊണ്ടുവന്നു. ഇവാൻ ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങി. ബാക്കിയുള്ള കഥ ഞാൻ പറയാം. ഇവൻ സ്ത്രീകളെ ഇവിടെ കൊണ്ടുവന്നു വിടും. പിന്നെ ആ മന്ത്രവാദി സ്ത്രീകളെ നശിപ്പിച്ച് അവരെല്ലാരെയും ബലി കൊടുത്തുകൊണ്ടിരുന്നു. പിന്നെ ഞാനാണ് അവസാനത്തെ ബലിയായത്. പക്ഷേ ഞാൻ നിന്നെ ശരിക്കും പ്രേമിച്ചു. അതുകൊണ്ടാണ് നിന്റെ ഫോട്ടോയെ ഞാൻ എൻ്റെ അടുത്ത് വെച്ചിരുന്നത്. അനന്യ ആകെ സ്തംഭിച്ചു പോയി. 11 വർഷത്തിന് മുൻപ് ഇൻവെസ്റ്റിഗേഷൻ നടന്നല്ലോ. അപ്പോൾ എന്താണ് ഒരു തെളിവും പുറത്തു വരാത്തത്? കാരണം ഞാൻ ഫയൽസ് എല്ലാം തീ കത്തിച്ചു. എല്ലാ ആധാരങ്ങളെയും നശിപ്പിച്ചു. ഏതൊരു പോലീസ് ഓഫീസറും ഇതിനെ ശ്രദ്ധിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചു. പിന്നെ യുവാൻ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞു, അന്ന് രാത്രി ഞാനും മന്ത്രവാദിയും ഇവിടെ വന്നപ്പോൾ ഈ മുറിയിലേക്ക് വന്നു. അകത്ത് ചെറിയ വെളിച്ചം, മെഴുകുതിരികൾ കത്തിക്കൊണ്ടിരുന്നു. കാറ്റ് വേഗതയിൽ വീശി. മന്ത്രവാദിയുടെ മുഖത്ത് അത്യാഗ്രഹം ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്ന എല്ലാ സാധനങ്ങൾ, തന്ത്ര പുസ്തകങ്ങൾ, പിന്നെ ആ എലുമ്പുകൂട്, ഇത് എല്ലാവற்றிനെയും പുറത്തു കൊണ്ടുപോകണം. എന്ന് വെച്ചാൽ
എന്നെ കൊണ്ട് ഈ ലോകത്തിൽ വലിയ പൈസക്കാരനാവാൻ പറ്റില്ലേ? ആദ്യം ആധാരങ്ങളെ എടുക്ക്, അതിനുശേഷം നോക്കിക്കൊള്ളാം. മന്ത്രവാദി അവിടെ ഉണ്ടായിരുന്ന ഒരു എലുമ്പ് കൂടിനെ തൊട്ടു. അത്രയും തന്നെ അതിൽ നിന്നും ഒരുപാട് പുക വരാൻ തുടങ്ങി. അതിൽ നിന്നും ഒരുപാട് നിഴൽ വന്നു. അത് മന്ത്രവാദിയെ ചുറ്റിപ്പിടിച്ചു. അദ്ദേഹം നിലവിളിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മാംസമൊക്കെ ഉരുകാൻ തുടങ്ങി. കുറച്ചു സമയത്തിനകം അദ്ദേഹത്തിന്റെ ശരീരം ചാമ്പലായി മാറി. ഇവാൻ പേടിച്ചോടി. ആ മുറിയുടെ കതക് അവൻ അടച്ചു. പിന്നെ ആ ലേഡീസ് ഹോസ്റ്റലിൽ നിന്നും പുറത്തേക്ക് അവൻ ഓടി. അതുകൊണ്ട് ആ ലേഡീസ് ഹോസ്റ്റൽ സീൽ ചെയ്യപ്പെട്ടു. ഇപ്പോൾ എല്ലാ സത്യങ്ങളും പുറത്തേക്ക് വന്നു. കാണാൻ ഭയങ്കരമായിരുന്ന ആ പെണ്ണ് ഇവാന്റെ അടുത്തേക്ക് വന്നു. അവന്റെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചു. ഇവാൻ പിടയാൻ തുടങ്ങി. പിന്നെ ശബ്ദമൊക്കെ നിലച്ചുപോയി. അവൻ മരിച്ചുപോയി. ആ പെണ്ണ് അനന്യയെ തിരിഞ്ഞു നോക്കി. ഓ, ഇനി നീ ഇവിടേക്ക് തിരികെ വരരുത്. അനന്യ ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്, 16 വർഷങ്ങൾക്ക് മുൻപ് 11 പെണ്ണുങ്ങൾ കൊല്ലപ്പെട്ടല്ലോ. അവരുടെ ആത്മാക്കൾ ഇപ്പോഴും ഈ ചുമരിനകത്ത് ജീവിച്ചിരിക്കുകയാണെന്ന്.